നമസ്കാരം. തമിഴ്നാട് നിയമസഭയിൽ സഭാംഗമായ സ്ത്രീയുടെ സാരി വലിച്ചൂരി അപമാനിച്ചവരാണ് DMK-കാരെന്ന് ചരിത്രം ഓർമ്മിപ്പിച്ച് നിർമ്മല സീതാരാമന്റെ തീപ്പൊരി പ്രസംഗമാണ് പാർലമെന്റിൽ അരങ്ങേറിയത്. ജയലളിതയെ നിയമസഭയിൽ DMK-കാർ അപമാനിച്ച സംഭവമാണ് കേന്ദ്ര ധനമന്ത്രി വിശദീകരിച്ചത്. തമിഴ്നാട്ടില് ഇവങ്ങളെ சேர்ந்தவங்க മാർച്ച് 1989 சட்டசபையில இந்த ஸ்டேட் அசம்பிளி இன் மார்ச் 1989 நாகரீகம் பெண் உரிமை ஃப்ரீ பஸ் பாஸ் கொடுத்துட்டோம் அப்படி சொன்னவங்க ஜெயலலிதா அம்மையார் அவர்களுடைய புடவையை பிடிச்சு இழுத்தவங்க இவங்க. I wish they were here. They would have shouted at me saying, how dare you talk about it? It is a truth. So 4,000 years of civilization about which I am proud. All of us are proud about it. But the honorable member tells us, you don't give me any lectures on that. We are the ones who taught the world what civilization values are. 4000 വർഷം നീളുന്ന തമിഴ് സിവിലൈസേഷനെ പറ്റി DMK അംഗം വാചാലനായപ്പോൾ ആ സംസ്കാരത്തെ അപമാനിച്ചുകൊണ്ട് DMK തമിഴ്നാട്ടിൽ നടത്തിയ സ്ത്രീവിരുദ്ധകൾ നിർമ്മല സീതാരാമൻ അക്കമിട്ട് നിരത്തി ലോക്സഭയിൽ മറുപടി നൽകി. 4000 വർഷത്തെ സംസ്കാരത്തെ പറ്റിയും കാലാചാരത്തെ പറ്റിയും വനിതകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നടപ്പാക്കിയതിനെ പറ്റിയുമൊക്കെയാണ് DMK അംഗം വാചാലമാകുന്നത്. എന്നാൽ വേറെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ആ DMK വനിതാ നേതാവിന് മറുപടി കൊടുക്കുന്നത്. അതിങ്ങനെയാണ്: 1989 മാർച്ചിൽ നിയമസഭയിൽ ജയലളിതയുടെ സാരി വലിച്ചൂരിയവരാണ് DMK-കാർ. നടന്ന സംഭവമാണിത്. അതാണോ നിങ്ങൾ പറയുന്ന നാഗരികത? 28 ദുരഭിമാന കൊലകളാണ് തമിഴ്നാട്ടിൽ നടന്നത്. അതാണോ നിങ്ങൾ പറയുന്ന ദ്രാവിഡ മാതൃക? ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ 2023 ഡിസംബറിൽ നടന്ന സംഭവത്തിൽ DMK സർക്കാർ എന്ത് നടപടിയെടുത്തു? DMK അവകാശപ്പെടുന്ന നാഗരികത അതാണോ? തൃച്ചിയിൽ 9 വയസ്സ് പ്രായമായ പെൺകുട്ടി ലൈംഗികമായ അതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ എന്ത് നടപടി DMK സർക്കാർ എടുത്തു? കഴിഞ്ഞ വർഷം തഞ്ചാവൂരിൽ 22 വയസ്സായ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ട് സർക്കാർ എന്ത് നടപടിയെടുത്തു? തമിഴ്നാട്ടിലെ ക്രമസമാധാന നില ഏറെ പരിതാപകരമാണ്. കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യം കുടിച്ച് 68 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു നടപടി നിങ്ങൾ എടുത്തില്ല. തമിഴ്നാട്ടിലെങ്ങും ലഹരി വ്യാപിച്ചിരിക്കുകയാണ്. മക്കൾ അമ്മമാരെ കൊല്ലുന്ന സ്ഥിതിയാണുള്ളത്. അതൊന്നും ചെയ്യാത്ത സർക്കാരാണ് തമിഴ്നാട്ടിലുള്ളത്. ഇങ്ങനെയാണ് നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞത്. മോദി സർക്കാർ തമിഴ്നാട്ടിൽ നടപ്പാക്കിയ സഹസ്ര കോടികളുടെ വികസന പദ്ധതികളെ പറ്റിയും കേന്ദ്ര ധനമന്ത്രി എണ്ണി പറഞ്ഞു. തമിഴ്നാട്ടിൽ DMK-യുടെ സ്വച്ഛാധിപരമായ നിലപാട് തന്നെയാണ് വലിയ പ്രതിഷേധമുയരുന്നത്. DMK അധികാരത്തിലെത്തിയതോടെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വലിയ രീതിയിൽ സമരം നടക്കുകയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ അപമാനിക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്റ്റാലിൻ ഇപ്പോൾ ചെയ്യുന്നത്. സ്റ്റാലിൻ്റെ മകനടക്കം ആഡംബര സ്കൂളിലാണ് പഠനം നടത്തിയതും എന്നിട്ട് തമിഴ് മണ്ണിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ അവകാശം നിഷേധിക്കുന്ന അവസ്ഥയിലാണ് സ്റ്റാലിനും ഉൾപ്പെടെയുള്ളവരും. തമിഴ്നാട്ടിൽ ആക്രമണങ്ങൾ നിറഞ്ഞാടുകയാണ്. സ്ത്രീകൾക്ക് അവിടെ സുരക്ഷിതമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വികസനം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സ്റ്റാലിൻ കാണിക്കുന്നത് വെറും കേരളത്തിലെ പിണറായി വിജയനെ പോലത്തെയുള്ള തരികിട പണികൾ തന്നെയാണ്. PR ഏജൻസികളെ വെച്ചിട്ട് തമിഴ്നാട്ടിൽ ഒരു വലിയ രീതിയിൽ ഒരു വികസനം കൊണ്ടുവന്നു എന്ന് കാണിക്കുന്നു. കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികൾ സ്റ്റാലിൻ അവിടെ അടിച്ചു മാറ്റി സ്വന്തം പേരിൽ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു. തമിഴ്നാട്ടിലെ പ്രധാന സ്ഥലങ്ങൾ, പ്രധാന ക്ഷേത്രങ്ങൾ, പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ ഒരു വികസനവുമില്ലാതെ പണ്ടത്തെ പോലെ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും. റോഡുകൾക്ക് വീതിയില്ല. അവിടെ ആര് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആക്രമിച്ചാലും ആരും ചോദിക്കാനും വരില്ല. കാരണം അവിടുത്തെ പോലീസുകാർ വെറും ഒരു കിഴങ്ങന്മാരുടെ രൂപത്തിലിരിക്കുന്ന ഒരു ഡമ്മി പോലീസുകാരാണ്. 500-ന്റെ 1000-ന്റെ നോട്ടുകൾ ഇവന്മാരുടെയൊക്കെ പോക്കറ്റിൽ തിരികെ വെച്ചു കൊടുത്താൽ തമിഴ്നാട്ടിൽ എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ഒരു ലൈസൻസ് പോലീസുകാർ തന്നെ തരും. അത് തമിഴ്നാട്ടിൽ പോയ വ്യക്തികൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട.
ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.